ഹായ്. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ നമുക്ക് അസേലിയ പ്ലാന്റിൽ നിറയെ പൂക്കളുണ്ടാകാനുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ഡിസംബർ അല്ലെങ്കിൽ ജനുവരി മാസത്തിൽ നന്നായിട്ട് ഡിസംബർ ജനുവരിയാണ് ഈ അസേലിയ ഇതേപോലെ പൂക്കുന്നത് കേട്ടോ. അപ്പം ഇത്രയും നന്നായിട്ട് പൂക്കളും പൂമൊട്ടുകളും ഉണ്ടാകാൻ വേണ്ടി സാധാരണയായിട്ട് ഞാൻ കൊടുക്കുന്ന ചില ടിപ്പുകളുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ടിപ്പ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അസേലിയ, മെലസ്റ്റോമ തുടങ്ങിയിട്ടുള്ള ഈ രീതിയിലുള്ള ചെടികളിൽ ധാരാളമായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ഇത് വേണമെങ്കിൽ പച്ചക്കറികളിലും കൊടുക്കുകയാണെങ്കിൽ പച്ചക്കറി ചെടികളിലൊക്കെ നന്നായിട്ട് പൂക്കാനും അതേപോലെ തന്നെ കായകൾ പിടിക്കാനും ഏറ്റവും നന്നാവും കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലെ അസേലിയ ഇപ്പോൾ ഈ ഒരു ഒറ്റ കളറേ ഉള്ളൂ, ഇനിയിപ്പോൾ 2-3 കളറും കൂടെ നമുക്ക് പിടിപ്പിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇന്ന് എടുക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അരി കഴുകിയ വെള്ളം അല്ലെങ്കിൽ നല്ല കഞ്ഞിവെള്ളം ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചാരം, ഈ ചാരം ഒഴിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ വിറക് കത്തിച്ചിട്ടുള്ള ചാരം എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ കരികിലയാണെങ്കിലും അത്ര കുഴപ്പമില്ല, പക്ഷേ കടലാസ് കത്തിച്ചിട്ടുള്ള ചാരം എടുക്കാതിരിക്കുക. അപ്പം ഈ ഒരു ചാരം നമ്മളിപ്പം 1-2 കപ്പ് വെള്ളത്തിലോട്ടാണെങ്കിൽ അത്രയും ഒരു കൈപ്പിടി എന്ന അളവിൽ നമുക്ക് ചാരം ഇതേപോലെ നന്നായിട്ട് കലക്കിയിട്ട് നമ്മൾ ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ചാരം ഇല്ല എന്നുള്ളവർ നമ്മൾ വീട്ടിൽ കടുകുണ്ടാവില്ലേ, അപ്പം ഒരു 2 സ്പൂൺ കടുക് എടുക്കുക, അത് നന്നായിട്ട് അരയ്ക്കുക. ഒന്ന് കുതിർത്തിട്ട് അരയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നന്നായിട്ട് അരയ്ക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഒരു ദിവസം അതൊന്ന് പുളിക്കാൻ വെക്കുക കേട്ടോ. അങ്ങനെ പുളിച്ചതിന് ശേഷം നമ്മൾ ഏകദേശം എന്തേരമാണോ നമ്മൾ എടുത്തിരിക്കുന്ന വളമുള്ളത് അതിൻ്റെ 3 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ഇതാണ് നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റിൻ്റെയും അതേപോലെ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് അരേലിയ പ്ലാന്റിൻ്റെയും ചോട് കേട്ടോ. അപ്പോൾ ചോട്ടിൽ നമ്മൾ വളം കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഇതേപോലെ ഒന്ന് കൊത്തി ഇളക്കിയതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ചെറിയ തോതിൽ വളമിട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഇത് ചാണകപ്പൊടിയാണ് ഇടുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചാണകപ്പൊടി കിട്ടുന്നില്ലെങ്കിൽ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എല്ലുപൊടി ഇട്ട് കൊടുക്കാം, വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതിനുശേഷം ഇതൊരു ചെറിയൊരു തടം പോലെ, അതായത് നമ്മൾ ഇനി ഒഴിക്കുന്ന വെള്ളം അല്ലെങ്കിൽ വളം ഒരു കാരണവശാലും നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ നിന്ന് ഒഴുകിപ്പോകാൻ ഇടയാവരുത്. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അതിനുശേഷം നമ്മൾ ആ ഒരു വളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്ത് തന്നെയാണെങ്കിലും മാസത്തിൽ ഏകദേശം ഞാൻ ഇത് 2 തവണയാണ് ഒഴിക്കുന്നത്. ഇതൊക്കെയാണ് ഈ ഒരു അരേലിയ പ്ലാന്റിൻ്റെ ബാക്കിയുള്ള കളറുകൾ കേട്ടോ. അപ്പോൾ ഈ ഒരു കളറൊക്കെ നമുക്ക് ഏകദേശം, ഇത് ഞാൻ നേഴ്സറി പോയപ്പോൾ എടുത്തായിരുന്നു, ധാരാളമായിട്ട് കളറുകളുണ്ട്. വെള്ളയുണ്ട്, അതേപോലെ തന്നെ ഈ പിങ്ക് ഉണ്ട്, പിന്നെ ഇതിൻ്റെ പീച്ച് കളറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഏകദേശം റേറ്റ് വരുന്നത് 150-ന് മുകളിലോട്ടാണ്. എല്ലാവരും വാങ്ങി വീടുകളിൽ നടാൻ ശ്രദ്ധിക്കാം. മെയിനായിട്ട് ഇതിന് സൂര്യപ്രകാശം ഉള്ളിടത്ത് നടണം. അതേപോലെ തന്നെ മാസത്തിലോ അല്ലെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോൾ മാത്രം വളം മതി കേട്ടോ. ഒട്ടും പരിചരണം ഇല്ലെങ്കിലും ഈ ധാരാളം പൂക്കൾ തരുന്ന ഈ ചെടി എല്ലാവരും വാങ്ങി